വാർത്തകൾ തുടരുന്നു. തൃശൂർ ജില്ലയിലെ ദേശീയപാത 544 അടിപ്പാത നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യന്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. കെ രാമചന്ദ്രൻ MLA സാന്നിധ്യത്തിൽ ചേർന്ന യോഗത്തിൽ പ്രധാനമായും ആമ്പല്ലൂർ, പേരാമ്പ്ര, മുരിങ്ങൂർ, ചിറങ്ങര അടിപ്പാത, കൊരട്ടി ഫ്ളൈ ഓവർ നിർമ്മാണം സംബന്ധിച്ച പ്രവർത്തനങ്ങളാണ് വിലയിരുത്തിയത്. പേരാമ്പ്രയിലെ പ്രവൃത്തി സെപ്റ്റംബർ 17, ചിറങ്ങര 21, ആമ്പല്ലൂർ 26, മുരിങ്ങൂർ ഒക്ടോബർ 2, കൊരട്ടി ഒക്ടോബർ 10 എന്നീ തീയതികളിലായി ആരംഭിക്കും. 10 മാസത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത്. പ്രവൃത്തി ആരംഭിക്കുന്നതിന് മുന്നോടിയായി സർവീസ് റോഡുകളിലെ അറ്റകുറ്റപ്പണികൾ പൂർത്തിയാക്കി റോഡ് ഗതാഗത യോഗ്യമാക്കാൻ ദേശീയപാത അതോറിറ്റിക്ക് നിർദ്ദേശം നൽകി. നിർമ്മാണ പ്രവൃത്തി ആരംഭിച്ചാൽ സർവീസ് റോഡുകൾ വഴി വൺ വേ ഗതാഗതം മാത്രമേ അനുവദിക്കൂ. ആവശ്യമെങ്കിൽ പോലീസുമായി കൂടിയാലോചിച്ച് U-ടേൺ അനുവദിക്കും. എല്ലാ സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയാണ് നിർമ്മാണ പ്രവൃത്തികൾക്ക് തുടക്കം കുറിക്കുക. ആവശ്യമായ സൈൻ ബോർഡുകൾ, സുരക്ഷാ മുന്നറിയിപ്പ് സൂചനകൾ എന്നിവ ദേശീയപാത അതോറിറ്റി സ്ഥാപിക്കും. നിർമ്മാണം തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് വ്യാപാരി വ്യവസായ പ്രതിനിധികളുമായി കെ രാമചന്ദ്രൻ MLA അധ്യക്ഷതയിൽ യോഗം ചേരാനും തീരുമാനമായി. കളക്ടറേറ്റിലെ വീഡിയോ കോൺഫറൻസ് ഹാളിൽ ചേർന്ന യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ MS സുനിത, PC ബിജു, രാജേശ്വരി, ADMT മുരളി, ദേശീയപാത അതോറിറ്റി പ്രോജക്ട് ഡയറക്ടർ അൻസിൻ ഹസൻ, മറ്റ് ജില്ലാതല ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. സംസ്ഥാനത്ത് സ്വർണ്ണവിലയിൽ വർധനവ്. പവന് 320 രൂപയാണ് വർദ്ധിച്ചത്. ഒരു പവൻ സ്വർണത്തിന്റെ വില 54,920 രൂപയാണ്. ഗ്രാമിന് 40 രൂപയാണ് കൂടിയത്. ഒരു ഗ്രാം സ്വർണത്തിന്റെ ഇന്നത്തെ വില 6,865 രൂപയാണ്. കഴിഞ്ഞ ദിവസമാണ് വില 1000 രൂപയോളം കൂടിയത്. 960 രൂപ വർദ്ധിച്ച് ഒരു പവൻ സ്വർണത്തിന്റെ വില 54,600 രൂപയായി എത്തിയിരുന്നു. ഈ മാസത്തിന്റെ ആദ്യ ആഴ്ചയിൽ സ്വർണ്ണവില 53,360 രൂപയിൽ എത്തിയിരുന്നു. ഇത് തന്നെയാണ് ഈ മാസത്തെ ഏറ്റവും താഴ്ന്ന നിലവാരവും. തുടർന്ന് വില പടിപടിയായി ഉയരുന്നതാണ് ദൃശ്യമായത്. അവസാനം ഉത്രാട ദിനത്തിൽ മാസത്തിലെ റെക്കോർഡ് വിലയിലെത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭദ്രം കുടുംബ സുരക്ഷാ പദ്ധതികളുടെ ധനസഹായം 34 ലക്ഷം രൂപ വിതരണം ചെയ്തു. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി തൃശൂർ ജില്ലാ പ്രസിഡന്റ് KV അബ്ദുൾ ഹമീദ് വിതരണോദ്ഘാടനം നിർവഹിച്ചു. ചാലക്കുടി മർച്ചന്റ് അസോസിയേഷൻ വ്യാപാര ഭവൻ ഹാളിൽ നടന്ന ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി NR വിനോദ് കുമാർ, ചാലക്കുടി മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് ജോയ് മൂത്തടൻ എന്നിവർ സംസാരിച്ചു. യാത്രക്കാരെ വലച്ച എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഡൽഹി കൊച്ചി വിമാനം ഡൽഹിയിൽ നിന്ന് പുറപ്പെട്ടു. വിമാനം 12 മണിക്കൂർ വൈകിയാണ് ടേക്ക് ഓഫ് ചെയ്തത്. വെള്ളിയാഴ്ച രാത്രി 8:55 പുറപ്പെടേണ്ട വിമാനം ശനിയാഴ്ച രാവിലെ 9 പുറപ്പെട്ടത്. വിമാനം വൈകിയതിനാൽ ഓണത്തിന് നാട്ടിലേക്ക് മടങ്ങുന്ന മലയാളികൾ അടക്കമുള്ള നിരവധി യാത്രക്കാരെ വലച്ചു. രാവിലെ 6 മണിക്ക് വിമാനം പുറപ്പെടും എന്നാണ് അവസാനം അറിയിച്ചതെങ്കിലും വിമാനം പുറപ്പെടാൻ വൈകിയതിനാലാണ് യാത്രക്കാർ പ്രതിഷേധിച്ചത്. വിമാനം വൈകാനുള്ള കാരണം എയർ ഇന്ത്യ എക്സ്പ്രസ് അധികൃതർ പറഞ്ഞില്ലെന്ന് യാത്രക്കാർ പറഞ്ഞു. ഭക്ഷണമോ മറ്റ് സൗകര്യമോ ഒന്നും അധികൃതർ ഒരുക്കി തന്നില്ലെന്നും യാത്രക്കാർ കുറ്റപ്പെടുത്തി. വരും മണിക്കൂറിൽ സംസ്ഥാനത്ത് 7 ജില്ലകളിൽ ഒറ്റപ്പെട്ട മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ നേരിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഒഡീഷ തീരം, പടിഞ്ഞാറൻ ബംഗാൾ തീരം എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 45 മുതൽ 55 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 65 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത. മധ്യ അറബിക്കടലിന്റെ മധ്യഭാഗങ്ങൾ, തെക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗങ്ങൾ, വടക്കൻ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗങ്ങൾ, മധ്യ ബംഗാൾ ഉൾക്കടലിന്റെ ഭാഗങ്ങൾ എന്നിവിടങ്ങളിൽ മണിക്കൂറിൽ 30 മുതൽ 40 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യത. അന്തരിച്ച സീതാറാം യെച്ചൂരിയുടെ പിൻഗാമിയായി പാർട്ടി ജനറൽ സെക്രട്ടറിയുടെ ചുമതല ആർക്കു നൽകണമെന്നതിൽ CPM പോളിറ്റ് ബ്യൂറോ യോഗം പ്രാഥമിക ധാരണയിൽ എത്തിയേക്കു. സീതാറാം യെച്ചൂരിയുടെ ഭൗതികദേഹം എയിംസിന് പഠനത്തിനായി കൈമാറിയതിനു ശേഷം പാർട്ടി PB യോഗം ചേരുന്നുണ്ട്. PBയുടെ ശുപാർശ കൂടി പരിഗണിച്ച് 27 ചേരുന്ന കേന്ദ്ര കമ്മിറ്റിയാകും ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കുക. അടുത്ത ഏപ്രിലിൽ പാർട്ടി കോൺഗ്രസ് ചേരാനിരിക്കെ ജനറൽ സെക്രട്ടറിയായി ഏതെങ്കിലും മുതിർന്ന നേതാവിന് ചുമതല നൽകാനാണ് സാധ്യത. പാർട്ടി കോൺഗ്രസ് നടത്തുക എന്ന ഭാരിച്ച ഉത്തരവാദിത്തം മുന്നിൽ നിൽക്കുന്നതുകൊണ്ട് മുൻ ജനറൽ സെക്രട്ടറിയും മുതിർന്ന നേതാവുമായ പ്രകാശ് കാരാട്ടിനെ താൽക്കാലിക ചുമതല
ഏൽപ്പിക്കുന്നത് പരിഗണനയിലുണ്ടെന്ന് CPM വൃത്തങ്ങളെ ഉദ്ധരിച്ച് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് റിപ്പോർട്ട് ചെയ്തു. ദേശീയ രാഷ്ട്രീയത്തിലെ പ്രമുഖ വനിതാ നേതാവ് എന്നത് പരിഗണിച്ച് ബൃന്ദ കാരാട്ടിന് ചുമതല നൽകണമെന്ന വാദവും പ്രബലമാണ്. അതല്ല മുഴുവൻ സമയ ജനറൽ സെക്രട്ടറിയെ നിയോഗിക്കാനാണ് പാർട്ടി തീരുമാനിക്കുന്നത് എങ്കിൽ കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവ് MA ബേബിക്കും ആന്ധ്രയിൽ നിന്നുള്ള BB രാഘവലുവിനും സാധ്യതയുണ്ടെന്നും റിപ്പോർട്ടിൽ പറയുന്നു. 75 വയസ്സിന് മുകളിലുള്ളവർ PBയിൽ വേണ്ട എന്നാണ് നിലവിൽ പാർട്ടി പിന്തുടരുന്ന മാനദണ്ഡം. അതുകൊണ്ട് മുഴുവൻ സമയ ജനറൽ സെക്രട്ടറിയെ നിയോഗിക്കുകയാണെങ്കിൽ ബൃന്ദ പരിഗണിക്കപ്പെട്ടേക്കില്ല. മാനദണ്ഡം കർശനമായി പാലിച്ചാൽ ഈ പാർട്ടി കോൺഗ്രസോടെ പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, മണിക് സർക്കാർ, സൂര്യകാന്തം മിശ്ര, സുഭാഷിണി അലി എന്നിവർ PBയിൽ നിന്നും പുറത്താകും. അതേസമയം ഏതെങ്കിലും നേതാവിന് ഇളവ് വേണമോ എന്നും പാർട്ടി കോൺഗ്രസിന് തീരുമാനിക്കാം. ചാലക്കുടി പ്രസ് ക്ലബിന്റെ ഓണാഘോഷം സംഘടിപ്പിച്ചു. പ്രസ് ക്ലബ് അംഗങ്ങളും കുടുംബാംഗങ്ങളും ചേർന്ന് പ്രസ് ക്ലബിൽ പൂക്കളം തീർത്തു. ലയൺസ് ക്ലബ് ഹാളിൽ യോഗം, കിറ്റ്, അലവൻസ് എന്നിവയുടെ വിതരണം, ഓണസദ്യ എന്നിവയും ഉണ്ടായിരുന്നു. ഗുരുവായൂർ ക്ഷേത്രം മുൻ മേൽശാന്തി ശ്രീഹരി നമ്പൂതിരി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് PK സിദ്ദീഖ് അധ്യക്ഷനായി. സെക്രട്ടറി KV ജയൻ, VJ ജോർജി, II അബ്ദുൾ മജീദ്, CK പോൾ തുടങ്ങിയവർ സംസാരിച്ചു. രാവിലെ മുതൽ പൂക്കളമായിട്ടും അതോടൊപ്പം തന്നെ വിവിധ കലാപരിപാടികളായിട്ടും ആശംസകൾ നേർന്നുകൊണ്ടൊക്കെ നമ്മുടെ ഓണാഘോഷം രാവിലെ മുതൽ ആരംഭിച്ചു കഴിഞ്ഞു. ഇന്ന് ഇവിടെ ഒരുമിച്ച് നമ്മുടെ മുൻ അംഗം ശ്രീഹരി ഒപ്പം നമുക്കിന്ന് ഇവിടെ ആഘോഷിക്കാൻ കഴിഞ്ഞാൽ വളരെയേറെ സന്തോഷമുണ്ട്. ഇന്ന് ഈ ഹാളിന്റെ സ്ഥിതിഗതികൾ എങ്ങനെയൊക്കെയാണെന്ന് നോക്കാൻ വേണ്ടി ഞാൻ അവിടെ എത്തിച്ചേർന്നപ്പോഴാണ് ശ്രീഹരിയെ അവിചാരിതമായിട്ട് ഇന്ന് താഴ്ത്തി വെച്ച് കണ്ടത്. അപ്പൊ എന്തെവിടെ നിൽക്കുന്നത് വെച്ചപ്പോൾ ഞങ്ങളുടെ പ്രസ് ക്ലബിന്റെ ഓണാഘോഷമാണ്. അപ്പൊ വളരെ സന്തോഷം എന്ന് പറഞ്ഞു. പക്ഷെ ആ ഒരൊറ്റ വാക്കിൽ ആളുകളോട് എത്തിച്ചേർന്നതിലും വളരെയേറെ സന്തോഷമുണ്ട്. ആദ്യമായിട്ട് ഞാൻ ഓണത്തിന്റെ ആശംസകൾ അർപ്പിക്കുകയാണ്. നമുക്കറിയാം, തിരുവോണം എന്ന് പറഞ്ഞാൽ നമ്മുടെ മലയാളികളുടെ ഒരു മഹോത്സവമാണ്. അതിന് ജാതിയുടെയോ മതത്തിന്റെയോ ഒരു അതിർവരമ്പുകളുമില്ലാതെ മനുഷ്യരെല്ലാവരും ഒന്നുപോലെ കഴിഞ്ഞിരുന്ന ഒരു പഴയ കാലത്തിന്റെ ഓർമ്മ പുതുക്കൽ, അതോടൊപ്പം തന്നെ പഴയ കാലത്ത് പകുതിയുടെയും മറ്റും കാലഘട്ടത്തിൽ കഴിഞ്ഞിരുന്ന കാലഘട്ടങ്ങളിൽ ഒരു വിളവെടുപ്പ് മഹോത്സവം. വളരെ സന്തോഷത്തിന്റെ ഒരു ദിവസമാണ് ഓണം. ഓണത്തിന്റെ ആഘോഷം ലോകമെങ്ങും ആഘോഷിക്കപ്പെടും. കേരളത്തിന്റെ ഓണാഘോഷത്തിന് ചെറിയ ഒരു മകൻ എന്ന് പറയുന്നത് നമ്മുടെ വയനാട് ആ അത്യാഹിതങ്ങൾ നമ്മൾ പരിശ്രമങ്ങൾ ഏർപ്പിച്ചുകൊണ്ടാണ് ഇപ്പോഴത്തെ ഓണം പോകുന്നത്. അതേപോലെ തന്നെ ഞാനുള്ള ഏകദേശം 17 വർഷമായി ഒരിക്കലും നമ്മുടെ ഓണാഘോഷം ഈ തിരക്കേറിയ ഉത്രാട ദിനത്തിലേക്ക് മാറ്റേണ്ടി വന്നത്. നമ്മൾ നേരത്തെ ഓണത്തിന് 4 ദിവസം മുമ്പൊക്കെ ഇത് ചെയ്യണമെന്നായിരുന്നു കരുതിയിരുന്നത്. പക്ഷെ അത് സാധിച്ചില്ല. ഇതായിരുന്നു അതിന്റെ വിഷയം. എങ്കിൽ പോലും ഇപ്പോൾ നമ്മുടെ കുട്ടികളും അതുപോലെ ചില വീട്ടമ്മമാരൊക്കെ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യമാണ്. വിപുലമായ ഒരു ചടങ്ങിലേക്ക് എത്തിച്ചേരാൻ സഹായിച്ചില്ലെങ്കിലും നമ്മുടെ മനസ്സിന് ഏറ്റവും സന്തോഷം ഉളവാക്കുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഇന്നത്തെ ഈ സമൂഹത്തിൽ പണ്ട് ഉണ്ടായിരുന്ന ഭരണകാലത്തുണ്ടായിരുന്ന ആ ഭാവന ഇന്നത്തെ കാലത്ത് ഏറെ പ്രസക്തമാണ്. നമ്മുടെ നാട്ടിലുണ്ടായത് ഇതൊക്കെ തന്നെയാണ്. സമഭാവന, സാഹോദര്യം, സമ്പദ്സമൃദ്ധി, ഇതൊക്കെ വാല്യൂ ചെയ്ത ഒരു കാലഘട്ടത്തിൽ ഓർമ്മയെ നമ്മൾ ഒതുക്കിക്കൊണ്ടുവരികയാണ്. തീർച്ചയായിട്ടും അത്തരം ഒരു അനുഭവം വീണ്ടും വീണ്ടും ആവർത്തിക്കാൻ വേണ്ടിയിട്ട് അനുഭവം ആകാൻ വേണ്ടിയിട്ടാണ് ഓണാഘോഷം നടത്തുന്നത്. ഒരു 12 ആകുമ്പോൾ വന്നപ്പോൾ ചോദിച്ചു. അപ്പോൾ ജോലി പറഞ്ഞാൽ ഇതിന് നേരത്തെ വരുമോ? അപ്പോൾ എന്തിനാന്ന് വെച്ചപ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞിരിക്കാന്ന് പറഞ്ഞു. പിന്നെ നേരത്തെ വരുന്നത് വിചാരിച്ചാണ്. അപ്പോഴാണ് മഴ പെയ്തത്. അത് കാരണമാണ് കുറച്ച് വൈകിയത്. ഏതായാലും ഇവിടെ ഏത് വേഷം കെട്ടാൻ പറഞ്ഞാലും സന്തോഷത്തോടു കൂടി പ്രസ് ക്ലബിന്റെ ഏത് ചടങ്ങിലും ഞമ്മൾക്ക് ചേരാറുണ്ട്. അതിനിടയിൽ ഇവിടെ വന്നപ്പോൾ ചോദിച്ചു, കവിത ഉണ്ടോ എന്ന് ചോദിച്ചു.
പിന്നെ കവിത പാടാതെ ഇങ്ങനെ ഒരു ഓണം നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. ഇപ്പോഴാണ് കുറച്ച് ദിവസം മുമ്പ് ജയൻ എനിക്കൊരു അവസരം തന്നിരുന്നു. മറ്റേ ജയന്റെ കേരളകൗമുദി സപ്ലിമെന്ററിൽ ഇറങ്ങിയെന്ന് എനിക്ക് തോന്നുന്നു, നാളെ എന്ന്. അപ്പൊ അതിലേക്ക് കവിത വേണമെന്ന് കവിത ജയന് അയച്ചു കൊടുത്തത് ഇവിടെ ഒന്ന് ചൊല്ലാം. മോഹം സർവസമത്വം ഭക്തനു ബന്ധു വാമനമൂർത്തിയെ എന്തിനു നമ്മൾ ചതിയനതാക്കി. ബലിയുടെ കഥയിൽ വെള്ളം ചേർത്തു മാവേലി കഥ നമ്മൾ തീർത്തു. സുതലം നൽകി ബലിക്കോ ഭഗവാൻ മാവേലിയെ നാം ചവിട്ടി താഴ്ത്തി. ബലിയുടെ ഗോപുരദ്വാരത്തിങ്കൽ ബലമുദേവൻ കാവൽ നിന്നു. അങ്കമാലി കരയാൻപറമ്പ് കല്ലറയ്ക്കൽ പൈലോ ജോണി വിരാതനായി 76 വയസ്സായിരുന്നു. സംസ്കാരം ഞായറാഴ്ച ഉച്ചകഴിഞ്ഞ് 3:30 കരയാൻപറമ്പ് സെന്റ് ജോസഫ് പള്ളി സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പോയിപ്പോയ നല്ല കാലത്തിന്റെ സ്മരണ പുതുക്കി ഒരോണം കൂടിയെത്തി. കൊടകര കനകമല അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രത്തിലെ വൃന്ദാവനം എന്ന ശ്രീകൃഷ്ണ പാർക്കിന്റെ ഉദ്ഘാടനം വർണ്ണാഭമായി. പതിവ് തെറ്റാതെ ചാലക്കുടി ശ്രീലകം ചാഴൂർ കോവിലകത്ത് ഇത്തവണയും ഉത്രാടക്കിഴിയെത്തി. കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ഭദ്രം കുടുംബ സുരക്ഷാ പദ്ധതികളുടെ ധനസഹായം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.